അന്ന് കേരളത്തിൽ കൊറോണ വൈറസ് പടർന്നു തുടങ്ങിയ കാലമായിരുന്നു. സർക്കാർ ആദ്യമായി ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച സമയം. ആ സമയത്താണ് ഞാനും എന്റെ കുടുംബവും എറണാകുളത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിന് ഒരു ഇടവേള ഇടാമെന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂരിലെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. ഞങ്ങൾ അവിടെ എത്തി. തൃശ്ശൂരിലെ ഒരു ഗ്രാമപ്രദേശത്താണ് ഞങ്ങളുടെ ഈ വീട്. വീടിനോട് ചേർന്ന് തന്നെ ഒരു പുഴയുമുണ്ട്. നാട്ടിൻ പുറത്തെ ബഹളങ്ങളാൽ സമ്പൂർണമായിരുന്നു ആ പ്രദേശം. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. പേടിപ്പിക്കുന്ന ഒരുതരം നിശബ്ദതയാൽ നിറഞ്ഞിരിക്കുകയാണ് അവിടം. മാത്രമല്ല, ചുറ്റുമുള്ള വീടുകളിൽ ഒന്നും തന്നെ താമസവുമില്ല. അന്ന് രാത്രി ഞാനും എന്റെ അനിയന്മാരുമായ ജോണും മൈക്കിളും ബാൽക്കണിയിൽ പുഴയെ നോക്കിയിരിക്കുകയായിരുന്നു. കുറച്ച് സമയത്തിനു ശേഷം ഞങ്ങൾ ലൂഡോ കളിക്കുവാൻ ആരംഭിച്ചു. കളിയിൽ 4 പേരെ തികയ്ക്കുവാനായി ഞങ്ങൾ അച്ഛനെയും ക്ഷണിച്ചു. അങ്ങനെ ഞങ്ങൾ കളി തുടങ്ങി. പിന്നീട് അമ്മയും ഞങ്ങളുടെ കൂടെ കൂടി. കുറച്ച് സമയത്തിനു ശേഷം മൈക്കിൾ ബ്ലൂടൂത്ത് സ്പീക്കറിന്റെ ശബ്ദം കുറയ്ക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അവൻ എന്തോ കേൾക്കുവാൻ ശ്രമിക്കുന്നത് പോലെ എനിക്ക് തോന്നി. താഴെ ആരുടെയോ കാൽപെരുമാറ്റം അവൻ കേട്ടു. ശേഷം ഞാനും അച്ഛനും ബാൽക്കണിയുടെ സൈഡുകളിൽ പോയി നോക്കി. പ്രത്യേകിച്ചൊന്നും എനിക്ക് തോന്നിയില്ല. എന്നാൽ അച്ഛൻ എന്തോ കേട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അച്ഛനും കൂടി താഴേക്ക് ഇറങ്ങിച്ചെന്നു. വീടിന്റെ ചുറ്റും ഞങ്ങൾ നോക്കുവാൻ ആരംഭിച്ചു. പക്ഷേ അവിടെയൊന്നും ആരെയും കണ്ടില്ല. മാത്രവുമല്ല, വീടിന്റെ 2 വശത്തെ ഗേറ്റുകളും ഞങ്ങൾ നേരത്തെ തന്നെ പൂട്ടിയിരുന്നു. അച്ഛൻ ചെറുതായി പേടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. ഞങ്ങൾ തിരിച്ച് ബാൽക്കണിയിലേക്ക് വന്നു. അവിടെ എല്ലാവരും പേടിച്ചിരിക്കുന്നതാണ് ഞങ്ങൾ കണ്ടത്. കാരണം അന്വേഷിച്ചപ്പോഴാണ് ജോൺ പറഞ്ഞത്, ഞങ്ങൾ താഴെ പോയ സമയത്ത്